ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ സേഗി എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ചെയ്തിട്ടുണ്ട്. പൂജ ചെയ്തു നോക്കി, അമ്പലത്തിൽ പോയി നോക്കി, പള്ളിയിൽ പോയി നോക്കി, ഡോക്ടേഴ്സിനെ പോയി കണ്ടു നോക്കി. എങ്ങൊന്നും അവൾക്ക് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരു ദിവസം വീട്ടിൽ വന്ന് ക്ഷീണിച്ച് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വന്ന് കിടക്കുമ്പോൾ അമ്മ ഇവളിങ്ങനെ വേദന കൊണ്ട് രാത്രിയിൽ കരയുന്ന കേൾക്കും. അപ്പൊ ചെന്നിട്ടിങ്ങനെ കാലൊക്കെ തിരുമ്മി കൊടുക്കും. അപ്പൊ അമ്മ അടുത്ത് നിർത്തിയിട്ട് പോകാൻ പറയുമ്പോൾ അമ്മ പറയുന്നത് ഞാൻ കാരണമാണ് നിനക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത് എന്നുള്ള രീതിക്ക് സംസാരിക്കും. അന്ന് സേഗി തീരുമാനിക്കുന്നതാണ് ഒരു കാരണവശാലും അമ്മ കാരണമാണ് ഞാൻ സങ്കടപ്പെടുന്നതെന്ന് ഇനി ഞാൻ അമ്മയെ കൊണ്ട് പറയിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കണ്ടീഷനെ പറ്റി ഞാൻ അമ്മയടുത്ത് പറയത്തില്ല എന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അകത്ത് വന്നിട്ട് അമ്മ ഭൂമിയെടുത്ത് ഈ കുട്ടി ഏതാന്ന് ചോദിക്കും. എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേച്ചിയുടെ കുട്ടിയാണ്, ചേച്ചി ഹോസ്പിറ്റലൈസ്ഡ് ആണ്, സിംഗിൾ മദർ ആണെന്നൊക്കെ ഭൂമി പറഞ്ഞ് തടി തപ്പും. ഇത് കേൾക്കുന്ന അമ്മയ്ക്ക് കുട്ടിയെടുത്തിട്ട് സാധാരണ തോന്നും. കാരണം സേഗിയും അങ്ങനെ ഒറ്റയ്ക്കാണല്ലോ വളർത്തിയത്. വലുതായി കഴിയുമ്പോൾ അച്ഛനോട് പോയി ചോദിക്കണം, എന്തിനാണ് അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതെന്ന് ചോദിക്കണം, അച്ഛനെ കണ്ടുപിടിക്കണം എന്നൊക്കെ കുട്ടിയെടുത്ത് പറയും. ഭൂമി ട്രാൻസ്ഫോം ചെയ്ത സേഗിയെ കൊണ്ട് ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ അമ്മ സമ്മതിക്കത്തില്ല. സേഗിക്ക് അവിടെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഭൂമി പൊക്കോ, ഈ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം, എന്തിനാണ് പേടിക്കുന്നത്, എൻ്റെ കൂടെ ഇവിടെ നിൽക്കാൻ പേടിയുണ്ടോ എന്നൊക്കെ സേഗി എടുത്ത് ചോദിക്കും. ഭൂമി സേഗിയെ പതുക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വന്ന് രക്ഷിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പുതിയൊരാളെ കുട്ടി നിറച്ചും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ട് കൊടുക്കും. ഇത് ചെറുതായിരുന്നപ്പോൾ സേഗിക്ക് ഇഷ്ടമുള്ള ഫുഡായിരുന്നു എന്നും പറയും. ഈ കുട്ടിക്കും ഇത് ഇഷ്ടമാണ്. എന്താണ് പേരെന്ന് ചോദിക്കുമ്പോൾ വൂജു എന്നാണ് പറയുന്നത്. സേഗി ആദ്യം സ്വന്തം പേരാണ് പറയാൻ വരുന്നത്, പക്ഷെ പെട്ടെന്ന് തന്നെ അത് തിരുത്തും. സേഗിക്ക് ചെറുതായിരുന്നപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ അന്ന് എനിക്കിതൊന്നും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുമ്പോൾ സേഗി ഇങ്ങനെ സങ്കടത്തോടെ അമ്മയെ നോക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ നിനക്കുണ്ട്, എന്താണ് എന്നെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നതെന്നൊക്കെ അമ്മ തിരിച്ചു ചോദിക്കും. അന്നേരം സേഗിക്ക് ഡോജയുടെ കോള് വരും. ഓടി ബാത്റൂമിലേക്ക് പോകുമ്പോൾ അമ്മ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെല്ലാൻ തുടങ്ങുന്നുണ്ട്. വേണ്ട വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയും. ബാത്റൂമിൽ ചെന്നിരുന്നിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ മെസ്സേജ് അയക്കുവാണ് ചെയ്യുന്നത്. ഞാൻ ട്രാൻസ്ഫോം ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും അതിനെന്താ പ്രശ്നമില്ല, ഞാൻ എങ്ങനെയായാലും റെക്കഗ്നൈസ് ചെയ്യുമല്ലോ, അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ഡോജോ ചോദിക്കും. ഇപ്പൊ വരാൻ പറ്റിയ സാഹചര്യമല്ല, അമ്മയുണ്ട്, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണമെന്ന് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടെ തിരിച്ച് മെസ്സേജ് അയക്കും. അന്നേരത്തേക്ക് അമ്മ പുറത്തുനിന്ന് വിളിക്കും. പോകാൻ സമയം ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ മെസ്സേജ് അയക്കുന്നതൊക്കെ നിർത്തിയിട്ട് സേഗി ഓടിപ്പോവും. ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സേഗി അമ്മയും കൂടെ ഒന്നിച്ചാണ് കിടക്കുന്നത്. അമ്മ താരാട്ടൊക്കെ പാടിക്കൊടുക്കും. ടീമിലെ ഒരാൾ പുതിയതായിട്ട് കാതുകുത്തി. അത് ഡോജ കണ്ടുപിടിക്കുകയോ ഇല്ലയോ, അങ്ങനെ രണ്ട് ഒപ്പീനിയൻ ആണ്. ആരാണോ ജയിക്കുന്നത് അവരന്നത്തെ കോഫി ഓഫർ ചെയ്യണം, ട്രീറ്റ് നടത്തണം എന്നുള്ളതാണ് ബെറ്റ്. അപ്പം ഡോജ അങ്ങോട്ടേക്ക് വരും, ഇവരോട് സംസാരിച്ചിട്ട് നടന്നു പോകും. അപ്പം ശ്രദ്ധിച്ചില്ല എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അന്നേരം തന്നെ ഡോജ തിരിഞ്ഞു നിന്നിട്ട് പുതിയതാണോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇൻഹോ തിരിച്ച് വീട്ടിലേക്ക് വരും. അമ്മ കാണത്തില്ല. അച്ഛനും അനിയത്തിക്കും സന്തോഷമാവും. അവൻ വന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും കൈ കഴുകിയിട്ട് വന്ന് കഴിക്കാനിരിക്കാനാണ് അമ്മ പറയുന്നത്. കഴിക്കാനിരിക്കുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. അച്ഛനും അനിയത്തിയും ഈ ഡിഷ് കൊള്ളാമല്ലേ, ഈ കറിക്ക് നല്ല രുചിയുണ്ടല്ലേ എന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ രണ്ടുപേരും ഇൻഹോയെ കണ്ണു കാണിക്കും. ഇൻഹോ അമ്മയെ നോക്കിയിട്ട് എല്ലാവരും കഴിച്ചു കഴിയുമ്പോൾ ഞാൻ പാത്രം എല്ലാം കഴുകാമെന്ന് പറയും. അതിനെന്താ കഴുകിക്കൊള്ളാനായിട്ട് അമ്മയും പറയും. തൽക്കാലം അമ്മയ്ക്ക് ദേഷ്യമൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇവൻ തിരിച്ച് റൂമിൽ ചെല്ലുമ്പോൾ സെമിനാറിലേക്ക് ചേരാനുള്ള ആപ്ലിക്കേഷൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം പിന്നെ കൊടുത്ത ബാങ്കിന്റെ പാസ്ബുക്കും എല്ലാം അമ്മ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. രാവിലെ അമ്മ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൗണ്ട് കേട്ടോണ്ടാണ് സേഗി ഉണരുന്നത്. പെട്ടെന്നാണ് അവൾക്ക് ബോധം വരുന്നത്. ക്ലീൻ ചെയ്ത് നേരെ മറ്റേ റൂമിലേക്ക് കയറുവാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഫോട്ടോസ് മുഴുവൻ കാണും, അവളുടെ വാർഡ്രോബ് മുഴുവൻ കാണും. അമ്മയ്ക്ക് സംശയമാവും. അന്നേരം തന്നെ അവൾ ഡോജയെ വിളിക്കും. ഡോജെ ജൂഹാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സേറ കൊടുത്ത ഫിഷിന് പേരിട്ടു എന്ന് ഡോജെ പറയും. ഇപ്പം എന്താണെന്ന് എനിക്കറിയാം, ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ജൂഹാനും തിരിച്ചു പറയും. അന്നേരമാണ് സേഗിയുടെ കോള് വരുന്നത്. വീട്ടിൽ അമ്മയുണ്ട്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം, ഈ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യണം, അമ്മയെ പുറത്തേക്ക് കൊണ്ടുപോകണം, അതാണ് സേഗിയുടെ ആവശ്യം. ഇവൻ അന്നേരം തന്നെ പോകാനായിട്ട് എഴുന്നേക്കും. സാധാരണ എവിടെ പോകാൻ എഴുന്നേറ്റാലും ഡോജ അടുത്ത് ജൂഹാൻ ചോദിക്കാറുണ്ട് എവിടെയാണ് പോകുന്നതെന്ന്. പ്രാവശ്യം ചോദിക്കുന്നില്ല. എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്നാണ് ജൂഹാൻ തിരിച്ചു ചോദിക്കുന്നത്. അമ്മ ആ റൂമിൽ കയറാതെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുടിച്ചോണ്ടിരുന്ന ജ്യൂസ് കൊണ്ടുവന്ന് ഷീറ്റിലെല്ലാം ഒഴിക്കും. എന്നിട്ട് അവിടെ ഒന്ന് ഉറച്ച് കരയും. കരച്ചിൽ കേട്ടോണ്ട് അമ്മ വന്നിട്ട് ചോദിക്കും, അയ്യാ സാരമില്ല, ഞാനിത് കഴുകാന്ന് പറഞ്ഞിട്ട് ഷീറ്റ് എടുത്തോണ്ടിരിക്കുന്ന തന്നെയാണ് പുറത്ത് ആരോ ബെല്ലടിക്കുന്നത് മനസ്സിലാവുന്നത്. ചെന്ന് നോക്കുമ്പോഴത്തേക്കും അത് ഡോജയാണ്. അപ്പോൾ ഡോജയെ കണ്ടിട്ടുണ്ട് ന്യൂസിലൊക്കെ. സേഗിയുടെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലേന്ന് ചോദിക്കും. ഡോജ ആണെങ്കിൽ എനിക്ക് സേഗിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാല നോക്കിയിട്ട് സേഗിയെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്.
അപ്പോൾ സേഗി ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കാണാമെന്ന് പറയുമ്പോൾ ശരിക്കും ഷൂട്ടിങ്ങിന് പോയേക്കാണെന്ന് അമ്മ പറയും. എങ്കിൽ എനിക്ക് അമ്മയുടെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകും. സേഗിയെ തമാശയ്ക്ക് ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ വേണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ സേഗിയെ കല്യാണം കഴിക്കണം, അത് 1 മാസത്തിനുള്ളിൽ കല്യാണം കഴിക്കണം എന്ന് അമ്മ ഡോജയുടെ അടുത്ത് പറയും. അപ്പോൾ അത് സേഗി അടുത്തും കൂടി ചോദിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കാലം അവളെ സ്നേഹിച്ച് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളെയാണ് എനിക്ക് മരുമകനായിട്ട് വേണ്ടത്, ഒരിക്കലും ഡിസപ്പിയർ ആവാനായിട്ട് പാടില്ല. സേഗിക്ക് അച്ഛനില്ല എന്നറിയാമല്ലോ, ഞാൻ സ്നേഹിച്ചത് അങ്ങനെ ഒരാളെയാണ്, ഒരിക്കലും സേഗിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. തിരിച്ചു ചെല്ലാൻ ഒരു വീട് എന്നുള്ള രീതിക്ക് തിരിച്ചു ചെല്ലാൻ തോന്നുന്ന ഒരാളായിരിക്കണം അവളുടെ കൂടെ എന്നും ഉണ്ടാവേണ്ടതെന്ന് അമ്മ പറയും. അങ്ങനെ ഒരാളാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സേഗിക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഡോജെ പറയും. അപ്പോൾ അവൾ കൺസിസ്റ്റൻ്റ് ആണ്, അവൾ അങ്ങനെ തീരുമാനമൊന്നും പെട്ടെന്ന് മാറ്റാറില്ല എന്ന് അമ്മ തിരിച്ചും പറയും. അപ്പം അമ്മയുടെ വർത്തമാനത്തിൽ നിന്നെല്ലാം സേഗി ശരിക്കും അമ്മയുടെ അതേ സ്വഭാവമാണ്, അതേ സംസാര രീതിയാണെന്നൊക്കെ ഡോജയ്ക്ക് മനസ്സിലാവും. അത് അമ്മയടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഡോജ അമ്മയായിട്ട് പോയപ്പോൾ തന്നെ ഭൂമിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു സേഗി. പെട്ടെന്ന് തന്നെ വരണം, ഇവിടെ ആകെ പ്രശ്നമാണെന്ന് പറയും. അങ്ങനെ ഭൂമി ഇൻഹോയും കൊണ്ടുവന്ന് അവിടുന്ന് സാധനങ്ങളെല്ലാം മാറ്റും. അപ്പം എൻ്റെ ഗാർഡിയനായിട്ട് ഇനി ഒരാഴ്ച ആക്ട് ചെയ്യേണ്ടി വരും എന്ന് ഇൻഹോയുടെ അടുത്ത് പറയുമ്പോൾ അവൻ കൂടുതൽ പൈസ ചോദിക്കും. ഭൂമി അവനെ വഴക്ക് പറയും. ഭൂമിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഇൻഹോ ചോദിക്കുമ്പോഴത്തേക്കിനും ഭൂമി ദേഷ്യം വന്നിട്ട് ഒരെണ്ണം കൊടുക്കുവാന്. എന്നിട്ട് ഇൻഹോയുടെ കൂടെ സേഗിയെ പറഞ്ഞു വിടും. അമ്മ തിരിച്ചു വരുമ്പോൾ കുട്ടി സേഗി അവിടെ ഇല്ല. അപ്പം ബൂജുവിനെ ഞാൻ ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് ബോധം വന്നു, അതുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയി. അയ്യോ എനിക്ക് അതിനോട് യാത്ര പറയാൻ പറ്റിയില്ലല്ലോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അത് സാരമില്ല, പെട്ടെന്ന് കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയതാണെന്ന് ഭൂമി പറയും. അങ്ങനെ അമ്മ ക്ലീൻ ചെയ്ത് വന്ന് കയറുന്നത് ഫോട്ടോ ഒക്കെ ഇരുന്ന റൂമിലേക്കാണ്, ഡ്രസ്സൊക്കെ വെച്ചിരുന്ന റൂമിലേക്ക്. വന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല. എന്താ ഈ റൂം ഇങ്ങനെ എംറ്റി ആയിട്ട് കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഭൂമി ഇത് സേഗി എക്സസൈസ് ചെയ്യുന്ന റൂമാണ്, ഇവിടെ യോഗയൊക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കൺവിൻസ് ചെയ്യിക്കും. ഇൻഹോയും വിളിച്ച് സേഗി പോകുന്നത് ഡോജയെ മീറ്റ് ചെയ്യാനായിട്ടാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അവരുടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നത് ഇൻഹോ കാണും. ചെന്ന് നോക്കുമ്പോൾ അത് ജൂഹാനാണ്. പിന്നെ ഈ രഹസ്യമായിട്ട് കുട്ടി വല്ലതും ഉണ്ടോ ഡോജയ്ക്ക് എന്നറിയാനാണ് ജൂഹാൻ വന്നത്. അപ്പോൾ ഇത് എൻ്റെ അല്ലാന്ന് ഡോജെ പറയും. അപ്പോൾ ഇൻഹോയെ ആവും സംശയം. ഇൻഹോ പറയും ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്ന്. പിന്നെ എന്തിനാണ് പെട്ടെന്ന് ഈ കുട്ടിയെ ഇനി സ്പോൺസർ ചെയ്യാനാണോ, ഒരു കാര്യമില്ലാതെ എന്തിനാണ് കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നത് എന്നൊക്കെ ജൂഹാൻ ഇങ്ങനെ സംശയമാണ്. അന്നേരം സേഗിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരും. സേഗിക്ക് ആ നമ്പർ അറിയത്തില്ല. നമ്പർ നോക്കുമ്പോൾ ഡോജയ്ക്ക് മനസ്സിലാവും അത് ഗ്രാൻഡ് ഫാദറിൻ്റെ നമ്പറാണെന്ന്. അവനാണ് എടുത്ത് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾ വീണ്ടും ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് ഗ്രാൻഡ് ഫാദർ ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ടൊന്ന് മീറ്റ് ചെയ്യണമായിരുന്നു, അങ്ങനെ മീറ്റ് ചെയ്താണെന്ന് പറയും. സേഗിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ എന്ത് വേണമെങ്കിലും ആ കുട്ടിക്ക് സാധിച്ചു കൊടുക്കാമെന്ന് ഗ്രാൻഡ് ഫാദർ പറയും. ഇവൻ അതുപോലെ സേഗി എടുത്ത് ചോദിക്കും. സേഗിക്ക് ആവശ്യമൊന്നും ഇല്ലയെന്ന് പറയും. ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനാണ് ഇവളിങ്ങനെ നോക്കുമ്പോൾ ആ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ച അമ്മ അതുവഴി നടന്നു പോകുന്നത് കാണുന്നത്. അപ്പോൾ എനിക്കൊരു ആവശ്യമുണ്ടെന്ന് ഡോജ എടുത്ത് പറയും. അപ്പോൾ ആ കുട്ടിയുടെ മരിച്ചുപോയ കുട്ടിയുടെ ഹാർട്ട് വേറൊരു കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ കുട്ടിയെ കണ്ടുപിടിക്കണം. ഡോജ അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും ആ കുട്ടി മരിച്ചുപോയി എന്ന് മനസ്സിലാവും. ഓപ്പറേഷൻ ഇടയ്ക്ക് തന്നെ മരിച്ചുപോയി. അതറിയുമ്പോഴത്തേക്കും സേഗിക്ക് സങ്കടമോ, എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് തന്നെ കൊണ്ടുപോകണമെന്ന് ഡോജ എടുത്ത് പറയും. ചെല്ലുമ്പോൾ ആ അമ്മ എന്നും ഇരിക്കുന്ന കൂട്ട് അവിടെ തന്നെ വന്നിരിപ്പുണ്ട്. സേഗി നേരെ അവരോട് എന്നിട്ട് പറയും, ആ ആള് പറഞ്ഞു അമ്മയുടെ മോൻ്റെ ഹാർട്ടാണ് എനിക്ക് തന്നതെന്ന്, അപ്പം എൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കണമെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാവും. അവർ കരഞ്ഞുകൊണ്ട് സേഗിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. കുറച്ച് നേരം അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കും. എന്നിട്ട് കുട്ടിയെ വിളിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകും. അവരുടെ മോന് ഇഷ്ടമുള്ള ഫുഡാണ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത്. ചെറുതായിരുന്നപ്പോൾ അവന് ഇത് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ അവന് ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇനി ഈ ഫുഡ് അവന് ഇഷ്ടം കാണുമോ, ആ ഇഷ്ടം മാറുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, അതറിയാൻ നിവർത്തിയില്ലല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ പറയും. സേഗി മനസ്സിൽ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ ക്രൂരതയും വിധിയുടെ തമാശയൊക്കെ കാരണം ജീവിതം മുഴുവൻ ചിലരിങ്ങനെ സ്വയം പഴിച്ച് സങ്കടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട്. സ്വന്തം മോനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ആ ഫുഡ് എടുത്ത് കഴിച്ചിട്ട് ഇപ്പം എനിക്കിത് ഇഷ്ടമാണ്, കുറച്ച് കഴിയുമ്പോഴത്തെ കാര്യം എനിക്കും അറിയത്തില്ല എന്നുള്ള രീതിക്ക് സംസാരിക്കും. അവർക്ക് സന്തോഷമാവും. സന്തോഷത്തോടെയാണ് അവർ യാത്ര പറഞ്ഞ് പിരിയുന്നത്. തിരിച്ച് ട്രാൻസ്ഫോം ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ധൃതി വെച്ച് അമ്മയെ പോയി കാണണം എന്ന് നിർബന്ധം പിടിച്ചത്. അമ്മ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്നുണ്ടെ തന്നെ സേഗി പഴയതുപോലെയാവും. സേറയ്ക്കായിട്ട് ഡെലിവറി ഉണ്ട്, അത് ഇൻഹോ ആയിരിക്കുമെന്ന് പ്രതീക്ഷയോടെ അവൾ നോക്കുന്നുണ്ട്. അത് ഇൻഹോ അല്ല, വേറൊരാളാണ്. മാരിഗോൾഡ് നമ്മുടെ ചെണ്ടുമല്ലിയാണ് അവൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്.
നോക്കുമ്പോൾ അതിനകത്തൊരു കാർഡുണ്ട്. അച്ഛനാണ്. എവിടെ വേണമെങ്കിലും ഈ പൂക്കൾ വളരും, നീ അതുപോലെയാണ്, സന്തോഷമായിട്ടിരിക്കുക, സന്തോഷം നിന്നെ തേടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. കാർഡ് വായിക്കുമ്പോഴാണ് അവളുടെ ബർത്ത്ഡേ ആണെന്ന് സേറ ഓർക്കുന്നത്. തിരഞ്ഞെടുത്ത പാത അത്ര എളുപ്പമുള്ളതല്ല, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പ്രീസ്റ്റ് പോകുന്നത്. ഇൻഹോ നേരം അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, ആർമിന് വേണ്ടി പ്രാർത്ഥിക്കും, സെഗിയുടെ ഇൽനെസ് മാറ്റി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കും, ഭൂമിക്കൊരു ബോയ് ഫ്രണ്ടിനെ കൊടുക്കണേന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം സേറയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. തിരക്കിനിടയിൽ 3 നേരവും ഫുഡ് കഴിക്കാനായിട്ട് ആ ആളെ ഓർക്കണേന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. ട്രാൻസ്ഫോം ചെയ്ത് സെഗി തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാൻ മിസ് ചെയ്തു എന്ന് പറയും. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെയാണ് അമ്മ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഞാൻ ഇന്ന് ഡോജയെ മീറ്റ് ചെയ്തായിരുന്നു, നല്ലൊരു പയ്യനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തിനാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത്, അവനെ കല്യാണം കഴിച്ചുകൂടെ എന്ന് അമ്മ ചോദിക്കും. അപ്പോൾ അതൊന്നും ശരിയാകത്തില്ല, എനിക്ക് കുട്ടികളെ ഒന്നും വേണ്ട, അതൊക്കെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്, പിന്നെ ഞാൻ കാരണം അവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാലോ, പിന്നെ ഞാൻ അത് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും എന്നൊക്കെ സെഗി പറയും. അമ്മയൊക്കെ നീ എന്തിനാണ് ഇത്രയും നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്, നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരാൾ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുണ്ടല്ലോ എന്നാണ് സെഗി തിരിച്ചു പറയുന്നത്. അമ്മ അന്നേരം ഒന്നും മിണ്ടാതെ അവളെ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു ദിവസം വേറൊരാളായ അമ്മയ്ക്ക് എങ്ങനെ തോന്നും എന്ന് സെഗി ചോദിക്കും. ഈ കോൺട്രവേഴ്സീസിനെ പറ്റിയാണ് അവൾ സംസാരിക്കുന്നത് വിചാരിച്ചിട്ട് അമ്മ പറയും, അതൊന്നും കാര്യമാക്കണ്ട, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം, നീ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നിടത്തോളം വേറെ ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല, നീ സ്വന്തമായിട്ട് സ്നേഹിക്കണം, അത് മാത്രം ചെയ്താൽ മതി, ബാക്കി ആരെന്ത് പറഞ്ഞാലും കാര്യമാക്കാനായിട്ട് പോകണ്ടെന്ന് പറയും. എന്നിട്ട് അമ്മയ്ക്ക് സംശയമുണ്ട് ഇവളുടെ ഈ പെരുമാറ്റത്തിലൊക്കെ. അപ്പൊ അമ്മ ചോദിക്കും, നീ ശരിക്കും ഡോജയെ ഡേറ്റ് ചെയ്യുന്നില്ലേ, നിങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നത് വെറുതെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അല്ല, ഞങ്ങൾ ബ്രേക്കപ്പ് ആയി, എനിക്ക് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കരിയറിനെ അത് ബാധിക്കുമെന്ന് സെഗി പറയും. അമ്മ ചോദിക്കും, എന്തിനാ നീ ഇങ്ങനെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നീ ഇങ്ങനെ ഒരു നല്ലൊരു പൊസിഷനിലാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്, ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് ഒരുപാട് വേഷങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ ഓടി നടന്ന് അഭിനയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായി പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നെ കാണാനായിട്ട് ഒരുപാട് സിനിമകൾ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്നാണ്. ഒരു 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് സെഗിയുടെ അമ്മ പിറ്റേ ദിവസം പോകുന്നത്. ഫ്രിഡ്ജിൽ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് ചൂടാക്കി കഴിക്കണം, കൃത്യമായിട്ട് പാത്രങ്ങൾ കഴുകണം, ഡ്രസ്സെല്ലാം അവിടെ ഇവിടെ എടുത്തിടരുത്, കൃത്യമായിട്ട് അടുക്കി വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. ലിസ്റ്റ് എല്ലാം കേൾക്കുമ്പോഴത്തേക്കും സെഗി ചോദിക്കും, ഇത്രയൊക്കെ പ്രശ്നമാണെങ്കിൽ പിന്നെ എന്തിനാണ് അമ്മ ഇവിടുന്ന് പോകുന്നത്, ഇവിടെ അങ്ങ് നിന്നാൽ പോരെയും ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ വെള്ളം ഒഴിക്കാനുണ്ടെന്നാണ് അമ്മ പറയുന്നത്. സെഗിക്ക് അത്യാവശ്യമായിട്ട് വേറെ എവിടെയോ പോകാനുണ്ട്, അങ്ങനെ അമ്മ പോവും. സെഗി ഡോജയും കൂട്ടി ആ അമ്മ സ്ഥിരം ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. ഇന്ന് അവരവിടെ ഇല്ല. ഞാൻ ചെയ്തത് ശരിയാണോ, ഞാൻ അവരോട് കള്ളം പറയുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോഴത്തേക്കിനും ഡോജെ തിരിച്ചു പറയുന്നത്, നമ്മൾ നല്ല രീതിക്ക് വിചാരിച്ചിട്ടാണ് ഒരു കള്ളം പറഞ്ഞത്, അതുകൊണ്ട് അവർക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്, അതിനെപ്പറ്റി നല്ലതാണോ ചീത്തയാണോ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. സെഗിക്ക് അത് ഇഷ്ടപ്പെടും. ഇതാണ് ഡോജയെ ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം, ഇത്രയും പോസിറ്റീവായിട്ട് ഇത്രയും സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്ന ഒരാളെയാണ് എനിക്ക് കിട്ടിയതെന്ന് പറയും. എന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ സെഗി പോകും. ശരിക്കും വരുന്നത് ഡോജയുടെ ഫാമിലി ഗ്യാതറിങ്ങിലേക്കാണ്. അമ്മ സെഗിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവളിത് ഡോജയുടെ അടുത്ത് പറയത്തില്ല. ഡോജ വരുമ്പോഴാണ് കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ സേറയും വരും. സേറയും ഇവളെ കണ്ട് അത്ഭുതപ്പെടും, കാരണം അത് അവരുടെ ഫാമിലി ഗ്യാതറിംഗ് ആയിരുന്നു. ഡോജയുടെ അമ്മയ്ക്ക് ഇവിടെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് ഗ്രാൻഡ് ഫാദർ അന്നേരം പറയും. അമ്മയ്ക്കാണെങ്കിൽ രണ്ടുപേരും കൂടെ കണ്ട സന്തോഷമാണ്, രണ്ടുപേരും കൂടി എന്ത് ചേർച്ചയാണെന്നൊക്കെ പറയും. അന്നേരമാണ് സേറയുടെ അച്ഛൻ പറയുന്നത് സേറയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം എന്ന്. അപ്പം അമ്മയ്ക്കൊരു കുറ്റബോധം ഉണ്ട്, അയ്യോ ഞാൻ മറന്നുപോയി, ഞാനത് ഓർക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഡോജ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് സേറയ്ക്ക് കൊടുക്കും. വിഡ്ഢികളുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് എങ്ങനെ സംസാരിക്കാം, അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ടൈറ്റിൽ വരുന്നൊരു ബുക്കാണ്. സേറയ്ക്ക് അത് പക്ഷേ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് ഡോജെ പറയും. സേറ എന്നിട്ട് സെഗിയും ഡോജയും കൂടെ നോക്കിയിട്ട്, നിങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പുറത്ത് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ഡേറ്റ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ആൾക്കാർ നിങ്ങളെപ്പറ്റി അത്ര നന്നായിട്ട് വിചാരിക്കത്തില്ല എന്ന് പറയും. അർത്ഥം വെച്ചാണ് പറയുന്നത്. ഇവർ ബ്രേക്കപ്പ് ആയി എന്നാണല്ലോ പുറത്തെല്ലാവരും അറിഞ്ഞേക്കുന്നത്, ഇപ്പോഴും ഇവർ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പുറത്ത് സമ്മതിക്കുന്നില്ല, ഇവരോടും സമ്മതിക്കുന്നില്ല. ഉടനെ സെഗി ഇവളിങ്ങനെ നോക്കിയിട്ട്, ഇപ്പോൾ വീട്ടുജോലി ചെയ്യുന്ന ആൺകുട്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ടെന്നാണ് ഞാനും കേട്ടതെന്ന് പറയും. അത് സേറയും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞ് സേറ സെഗിയുടെ പുറകെ വരും. എന്നോട് പറഞ്ഞതിൻ്റെ ബാക്കി ഞാനും പറഞ്ഞോളൂ,
കണ്ണിന് കണ്ണെന്നുള്ളതാണ് എൻ്റെ രീതി. ഇങ്ങോട്ട് കിട്ടുന്ന പോലെ ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ടെന്ന് പറയും. ഇയാളെ പറ്റി ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ എന്നെ പറ്റി നന്നായിട്ട് വിചാരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് സേഗി ചോദിക്കും. പിന്നെ ഇൻഹോയെ പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൻ നിഷ്കളങ്കനാണ്, അവനൊരു പാവമാണ്. അവൻ്റെ പുറകെ നടന്ന് അവനെ കളിപ്പിക്കാനായിട്ട് നിൽക്കരുത്. അവൻ പ്രീസ്റ്റ് ആകാൻ പോകുന്നൊരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് സേറയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അന്നേരം തന്നെ ഇൻഹോയെ വിളിക്കും. എവിടെയാണ്? ഇവിടേക്ക് വരണം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കഫേയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വെക്കും. അന്നേരം സേറ വേറെ ആരോ ഫോൺ ചെയ്യും. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാഞ്ഞത്. പക്ഷെ പറയാതെ വന്നത് അത്ര ശരിയായെന്ന് തോന്നുന്നില്ല. അവിടുത്തെ അറ്റ്മോസ്ഫിയർ അത്ര നല്ലതല്ലായിരുന്നല്ലോ എന്ന് സേഗി ചോദിക്കും. അതൊന്നും സാരമില്ല, അത് കാര്യമാക്കേണ്ട കാര്യമില്ല, എന്നാലും എന്നോടൊന്ന് പറയായിരുന്നു എന്ന് ഡോജെ പറയും. നമ്മൾ സേറ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഡേറ്റ് ചെയ്യാൻ തുടങ്ങി പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അത് നല്ല രീതിക്ക് എടുക്കത്തില്ല എന്ന് പറയുമ്പോൾ എനിക്കത് പ്രശ്നമില്ല എന്ന് ഡോജെ പറയും. പക്ഷേ എനിക്ക് പ്രശ്നമുണ്ട്, എൻ്റെ സിനിമ ഉടനെ ഇറങ്ങാനായിട്ട് പോവുകയാണെന്ന് സേഗി പറയാം. അപ്പോൾ എന്നെക്കാട്ടിലും പ്രാധാന്യം സിനിമയ്ക്കാണോ എന്ന് ചോദിക്കുമ്പം ഡോജയ്ക്ക് പിന്നെ എന്നെക്കാട്ടിൽ പ്രാധാന്യം ജോലിക്കല്ലേ എന്ന് അവളും തിരിച്ചു ചോദിക്കും. സേറയുടെ സെക്രട്ടറി വന്നിട്ട് ഇൻഹോയുടെ അടുത്ത് പറയും, സേറ ഈ കഫേ ഫുൾ റെന്റിനെടുത്തു, അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെല്ലത്തില്ലെന്നാണല്ലോ പറഞ്ഞത്. അപ്പം പൈസ എല്ലാം കൊടുത്തിട്ട് റെന്റിന് എടുക്കുവാണെങ്കിൽ പിന്നെ ആരും കസ്റ്റമേഴ്സ് ചെല്ലത്തില്ലല്ലോ. അങ്ങനെ അവനെ വിളിച്ചോണ്ട് പോകും. ഫുഡ് കഴിക്കാനായിട്ടാണ് സേറ വിളിച്ചോണ്ട് വരുന്നത്. ഇന്നും സേറയ്ക്ക് ആരോട് ദേഷ്യം ഉണ്ടെന്ന് ഇൻഹോയ്ക്കും മനസ്സിലാവും. ഇന്നെനിക്ക് ദേഷ്യം വരാൻ കാരണം എൻ്റെ ഫാമിലി തന്നെയാണ്. ഞങ്ങൾ ഗ്യാദർ ചെയ്തത് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അതിന് വേണ്ടിയിട്ടല്ലായിരുന്നു എന്ന് സേറ പറയും. അപ്പം അവൻ ചോദിക്കും, ഐഡിയിലെ ബർത്ത്ഡേ ഇന്നല്ലല്ലോ എന്ന്. അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് സേറ തിരിച്ചു ചോദിക്കും. ഐഡിയിലേതും ശരിക്കുള്ള ബർത്ത്ഡേയും വ്യത്യാസമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ മറന്നു പോകാറുണ്ട് എന്ന് കാര്യമാക്കാത്ത രീതിയിൽ സേറ പറയും. ഇൻഹോ അന്നേരം അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഞാനാണ് പേ ചെയ്യുന്നതെന്ന് പറയും. ഞാനല്ലേ വിളിച്ചോണ്ട് വന്നത്, ഞാൻ പേ ചെയ്തോളാന്ന് സേറ പറയുന്നുണ്ടെങ്കിലും ഇൻഹോ സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവളെ ബർത്ത്ഡേ വിഷ് ചെയ്യും. അവൾക്കത് ടച്ചിങ് ആയിട്ട് തോന്നും. നോക്കുമ്പോൾ ബാക്കിൽ അച്ഛൻ കൊടുത്തുകൂട്ടൊരു ഫ്ലവേഴ്സ് ഇരിപ്പുണ്ട്. സന്തോഷം തേടി വരും എന്നാണ് അർത്ഥം എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് എന്തായിരിക്കും അർത്ഥമാക്കുന്നതെന്ന് അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. തിരിച്ച് സേഗിയും ഡോജയുടെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഡോജെ പരാതി പറയും. എനിക്ക് മാത്രമല്ല അപ്പൊ സേഗിയുടെ സീക്രട്ട് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭൂമിക്ക് അറിയാം എന്ന് സേഗി പറയും. ആ ഭൂമിക്ക് അറിയാമെന്ന് ഞാൻ ഊഹിച്ചായിരുന്നു, പിന്നെ ആർക്കൊക്കെ അറിയാമെന്ന് ചോദിക്കും. പിന്നെ ഇൻഹോയ്ക്ക് അറിയാം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ആൾ ഞാനാണോ എന്ന് ഡോജെ ചോദിക്കും. അപ്പം അല്ല, അത് എൻ്റെ പപ്പിയാണെന്ന് കളിയായിട്ട് സേഗി പറയും. എന്നിട്ട് ഇവർ വൈൻ എടുക്കുമ്പോഴത്തേക്കും വേറെ ചേഞ്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടോ എന്ന് ഡോജെ ചോദിക്കും. അപ്പം റൂമിലേക്ക് ചെല്ലുക, അവിടെ എന്തെങ്കിലും കാണുമെന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഇതാണ് സേഗി ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഡ്രസ്സൊക്കെ എനിക്ക് കൃത്യമായിട്ട് കിട്ടും എന്ന് ഡോജെ പറയും. ഇവരെന്നിട്ട് വൈൻ ഒഴിക്കുമ്പോഴത്തേക്കിനും അവൻ്റെ ദേഹത്തേക്ക് വീഴും. അവളത് തുടയ്ക്കാനായിട്ട് പോകുമ്പോൾ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ഡോജെ ചോദിക്കും. എന്നിട്ട് ഇവരിങ്ങനെ ഇൻറ്റിമേറ്റ് ആകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആരോ വന്ന് ലൈറ്റ് ഇടും. അത് സേഗിയുടെ അമ്മയാണ്. വോയിസ് ഓവറിൽ സേഗി വിചാരിക്കുന്നത് എൻ്റെ സീക്രട്ട്, എൻ്റെ കണ്ടീഷൻ അമ്മ കണ്ടുപിടിക്കരുതെന്നായിരുന്നു. പക്ഷെ കണ്ടുപിടിച്ചത് ഈ ഒരു സീക്രട്ട് ആണെന്നാണ്. അമ്മ ഇവരെ നോക്കി ചിരിച്ചിട്ട് എനിക്ക് അന്നേരം സംശയം ഉണ്ടായിരുന്നു, എനിക്കിത് അറിയായിരുന്നു എന്നാണ് പറയുന്നത്.